മലയാളത്തിലിറങ്ങിയ പൊന്മാൻ എന്ന് പറയുന്ന ബേസിൽ ജോസഫൊക്കെ അഭിനയിച്ചിട്ടുള്ള അതുപോലെ ലിജോ മോൾ ജോസും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഞാൻ കണ്ടു. വളരെ നല്ല സിനിമയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ സിനിമ കാണാൻ കാരണം സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൺഡേ സപ്ലിമെൻറ്റിൽ, മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ GR ഇന്ദുഗോപനും ജ്യോതിഷ് ശങ്കറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കൊടുത്തതാണ്. പക്ഷെ എങ്കിൽ പോലും അത് വായിച്ചപ്പോൾ അത് കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടാണ് ആ സിനിമ പോയി കണ്ടത്. സിനിമ കാണണ്ട എന്നൊക്കെ പല തീരുമാനങ്ങളും എടുത്തിരുന്നതാണ് ഞാൻ. കാരണം പല സിനിമകളും നമ്മൾ ഈ രാത്രി സമയമില്ലാത്തതുകൊണ്ട് 11 മണിക്കുള്ള ഷോ അല്ലെങ്കിൽ 10:30 ഷോയ്ക്കൊക്കെയാണ് പോകുന്നത്. വലിയ വില കൊടുത്താണ് ടിക്കറ്റ് മേടിക്കുന്നത്. കൂടാതെ അതിനുശേഷം ഇത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് എന്തിനായിരുന്നു ഈ പാപം നമ്മൾ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളിതിൽ കെണിയിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുള്ള പല സിനിമകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൗതം വാസുദേവ മേനോൻ്റെ ഡൊമിനിക് ആൻഡ് ദ പേഴ്സ് എന്നൊക്കെ പറയുന്ന സിനിമ, അതൊക്കെ കണ്ടതിന് ശേഷവും നമുക്ക് ഇതുപോലെ തന്നെ തോന്നിയതാണ്. ഡൊമിനിക്കാണ് ഈ ഗൗതം വാസുദേവ മേനോൻ തന്നെയാണ് ആ സിനിമ സംവിധാനം ചെയ്തത് എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള ചില മമ്മൂട്ടിക്കൊക്കെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കഥ എഴുതുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ കിടക്കാണ് യഥാർത്ഥത്തിൽ പൊന്മാൻ്റെ ഒരു പ്രാമുഖ്യം കുറേ കൂടി വലുതാകുന്നത്. ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നമ്മളൊരു കലാപരമായി എടുത്തു നോക്കുമ്പോൾ എന്നെ വളരെ വിസ്മയിപ്പിച്ച സിനിമയാണെന്നുള്ളതല്ല. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത്, അതിലെ ഒരു ഐഡിയ, ഒരു മെസ്സേജ് ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു സിനിമ എടുക്കുമ്പോൾ പലപ്പോഴും ഒരു സിനിമ ഡോക്യുമെൻ്ററിയുടെ ലെവലിലേക്ക് പാളിപ്പോകാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ കലാപരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിലൂടെ തന്നെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന വലിയൊരു മെസ്സേജ് കൂടി ആ സിനിമക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമ കാണണം എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ജ്യോതിഷ് ശങ്കറാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു കഥയാണ്. ആ കഥ അദ്ദേഹം GR ഇന്ദുഗോപൻ എന്ന് പറയുന്ന നോവലിസ്റ്റിനോട് പറയുകയും അദ്ദേഹം അതൊരു 4-5 ചെറുപ്പക്കാരെന്ന് പറയുന്ന ഒരു നോവൽ എഴുതുകയൊക്കെ ചെയ്തു. ആ നോവൽ എഴുതിയതിന് ശേഷമാണ് ഇത് സിനിമയാക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരുന്നത്. ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് ബേസിക്കലി പെണ്ണായാൽ പൊന്നു വേണം, പൊന്നിൻ കുടമായി വരയണം എന്ന് പറയുന്ന ഭീമയുടെ ഒരു പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പരസ്യം ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പെണ്ണായാൽ പൊന്നു വേണ്ട, അങ്ങനെ പൊന്നിൻ കുടമായി വേണ്ട, പൊന്നൊന്നും ഇല്ലാത്ത പെണ്ണിനാണ് സൗന്ദര്യം കൂടുതൽ എന്ന് പറയുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ നമ്മോട് വെക്കുന്നത് എന്ന് മാത്രമല്ല, ആ സിനിമയിലൂടെ അത് ഗംഭീരമായി അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംവിധായകന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ജ്യോതിഷ് ശങ്കർ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരു ചെറുപ്പക്കാരൻ, അതായത് ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. പിന്നെ ലിജോ മോൾ ജോസ് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു നടിയാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. അവരുടെ അഭിനയത്തെക്കുറിച്ചും ബേസിലിൻ്റെ അഭിനയത്തെക്കുറിച്ചും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഈ ലിജോ മോൾ ജോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ജയ് ഭീം എന്ന് പറയുന്ന സിനിമയിൽ സൂര്യയോടൊപ്പം അഭിനയിച്ചതാണ്. അന്ന് സൂര്യയെ കടത്തിവിട്ടുന്ന അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടിയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു കാസ്റ്റ് സെലക്ഷനാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും ആദ്യം വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നേരത്തെ പറഞ്ഞ മെസ്സേജ് കൃത്യമായി ഇതിൽ കൺവേ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്ന നിനക്കെന്തിനാണ് സ്ത്രീധനം എന്നും പൊന്നെന്തിനാണ്, പെണ്ണിൻ്റെ പൊന്ന് എന്തിനാണെന്നും ചോദിക്കുന്ന ഒരു ചോദ്യമടക്കം വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആളുകളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജ്യോതിഷ് ശങ്കറോട് എനിക്ക് പറയാനുള്ളത്, ഈ അഭിനന്ദനങ്ങൾ പറയുമ്പോൾ ഒട്ടും കടത്തി പറയാതെ തന്നെ പറയട്ടെ, ചില സിനിമകൾ നമ്മൾ അമ്പരപ്പിക്കാറുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഒരു കലാപരമായി ഒരു സിനിമയിലൂടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് അപാരമായിട്ടുള്ള മിടുക്ക് വേണം. ആ മിടുക്ക് ഇതിനകത്തുള്ള തിരക്കഥയിലും അതുപോലെ സംവിധാനത്തിലുമൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവരെ അഭിനന്ദിക്കാൻ തോന്നുന്നൊരു കാര്യം. നമുക്ക് ചില സിനിമകളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ബോംബെ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്താണ്, മെസ്സേജ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ രാജ്യസ്നേഹത്തിൻ്റെ മെസ്സേജ് വെക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അതിൽ മണിരത്നം എന്ന് പറയുന്ന ആ ഒരു അതുല്യനായിട്ടുള്ള ക്രാഫ്റ്റ്സ്മാൻ്റെ കയ്യൊപ്പുള്ളത് കൊണ്ട് ഒരു ദേശീയ പതാക കത്തിക്കുമ്പോൾ അതിലേക്ക് നായകൻ വീണ് ഉരുളുന്ന ഒരു രംഗമുണ്ട്. അതിലൂടെയൊക്കെ തന്നെ നമ്മുടെ ഒരു ദേശീയതയും നമ്മുടെ ദേശീയ ബോധവും ഒക്കെ തന്നെ അങ്ങേയറ്റം ഉണർന്നെണീക്കുന്ന ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യും ആ സിനിമയിൽ. അതൊക്കെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രതിഭാധനായിട്ടുള്ള ഡയറക്ടേഴ്സിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അത് മണിരത്നത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കറിയാം സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മദ്യപാനം മോശമാണെന്നും അതല്ല ലഹരിയെന്നും പകരം ലോകത്തിലെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുകയും അങ്ങനെ സ്നേഹത്തിക്കാൻ കഴിയുന്നതിലൂടെ അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു കുപ്പിയിലും നിറച്ചിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വലിയ മെസ്സേജാണ് സ്പിരിറ്റിലൂടെ കൊടുക്കുന്നത്. അത് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ്റെ അസാമാന്യമായും എടുക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീമൊന്നും പറഞ്ഞ് ഫലിപ്പിക്കൽ എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആക്രാന്തം പിടിച്ച് അത്യാർത്ഥി പിടിച്ച് പണത്തിന് പുറകെ ഓടേണ്ടതില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ എടുക്കുന്നതൊക്കെ രഞ്ജിത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള മിടുക്കാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ മിടുക്കുകൾ കാണിച്ചിട്ടുള്ള ഒരു സംവിധായകർ നമുക്കിടയിലുണ്ട്. ജയ് ജയ് ഹോ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ തന്നെ നമ്മൾ ആ മിടുക്കുകൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണിന് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഒറ്റക്ക് നിൽക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അല്ലെങ്കിൽ അടികൊണ്ട് നടക്കേണ്ടതല്ല എന്നുമുള്ള മെസ്സേജൊക്കെ തന്നെ കൊടുക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, വളരെ സിമ്പിളായി വളരെ ലളിതമായി വളരെ മനോഹരമായി ഒരു കൃത്യമായ ഒരു മെസ്സേജ് നമ്മുടെ ഈ പുതിയ കാലത്തിലേക്ക് പഴയ കാലത്തിൽ നിന്നുള്ള ഒരു പറിച്ചെറിയലായി കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സിനിമകളുണ്ട്. ആ സിനിമകളുടെ കൂട്ടത്തിലേക്ക് തീർച്ചയായും നിശ്ചയമായി കൂട്ടിവെക്കാൻ കഴിയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. ഇതുവരെ ആരും എടുത്തിട്ടില്ലാത്ത ഒരു ഇതിവൃത്തം എടുത്തുകൊണ്ട് ആ ഇതിവൃത്തത്തിനിടയിലോട്ട് കൊച്ചു കൊച്ചു സംഭവങ്ങളെ വളരെ കൃത്യമായി മിക്സ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് ഈ പറയുന്ന ഓരോ കഥാപാത്രങ്ങളും അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് ചോദിക്കുന്നതിൽ അംബാനായിട്ട് അവതരിപ്പിച്ച കഥാപാത്രമടക്കമുള്ള നിരവധി ആളുകൾ ഈ സിനിമയിൽ പല റോളുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സഞ്ജു എന്ന് പറയുന്ന ഒരു ആൾ വലിയ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആളുകളെല്ലാം ആപ്റ്റാണെന്ന് മാത്രമല്ല അതിഗംഭീരമായിട്ടുള്ള അഭിനയം പുറത്തു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബേസിൽ ജോസഫിനെ നമ്മൾ പുകഴ്ത്തേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാം അതിഗംഭീരനായിട്ടുള്ള നടനും മികച്ച ഡയറക്ടറുമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ഏറ്റവും വലിയ എൻ്റെ ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് ജ്യോതിഷ് ശങ്കറിനാണ്, GR ഇന്ദുഗോപനാണ്. അതിമനോഹരമായ ഒരു ആശയത്തെ ഒരു കഥാപാത്രങ്ങളിലൂടെ ഒരു കഥയിലൂടെ കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനും യഥാർത്ഥത്തിൽ ഇക്കാലത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കലാപരമായ സിനിമയിലൂടെ ജനങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കൃത്യമായി ജനങ്ങളിലേക്ക് സംവദിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞ ബോംബെയും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ഇന്ത്യൻ റുപ്പിയും സ്പിരിറ്റും പോലെയുള്ള സംവിധായകരുടെ നിരയിലേക്ക് ജ്യോതിഷ് ശങ്കറും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഗംഭീരമായിട്ടുള്ള സിനിമയാണ്, നിങ്ങളെല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണണം. അതിൽ നിർമ്മാതാവ് നമ്മളോടിപ്പോൾ പറഞ്ഞേക്കണത് അതിലേതാണ്ട് 8.9 കോടി രൂപ ചിലവായി എന്നുള്ളതാണ്. അപ്പോൾ ആ ചിലവായതിൽ അവർക്ക് 2.5 കോടി രൂപ മാത്രമേ ഷെയർ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് പോരാ, നിങ്ങളെല്ലാവരും തന്നെ സിനിമ പോയി കാണണം. ഇതൊരു 25 കോടിയോ 30 കോടിയോ ഒക്കെ ഷെയർ കിട്ടാവുന്ന ഒരു സിനിമയായി മാറട്ടെ. അല്ലെങ്കിൽ പോലും സിനിമ ലാഭകരമായിരിക്കും, കാരണം സിനിമ OTT പ്ലാറ്റ്ഫോമും മറ്റ് സാറ്റലൈറ്റും ഒക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ വിജയിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. വലിയ ദുരന്തങ്ങളായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നതിനിടക്ക് ഈ സിനിമ മനോഹരമായ സിനിമയാണ്. നിങ്ങളെല്ലാവരും തന്നെ പോയി കാണുക. വിജയിക്കട്ടെ.